സംഘാടകർക്കും കോ പാനലിസ്റ്റിനും എല്ലാവർക്കും നമസ്കാരം. ഇതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഒരു മേഖലയും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5 വർഷം 10 വർഷത്തിനുള്ളിൽ വികസിച്ചു വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പക്ഷെ ഞാനിവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിൽ സെൻറ്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ള ഈ രംഗത്തെ അന്വേഷണങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ പല രീതിയിൽ നടത്തിയിട്ടുള്ള പല രീതിയിൽ നടത്തിയിട്ടുള്ള കൺസൾട്ടേഷനുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഗൾഫ് കുടിയേറ്റത്തിന് മുമ്പ് നമുക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെ സംസ്ഥാനം പിന്നെ സംസ്ഥാനത്തിനുള്ളിലുള്ള കുടിയേറ്റങ്ങൾ, മലബാർ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വൈലോപ്പിള്ളിയൊക്കെ പറയുന്നത് പോലെ അസാം പണിക്കാർ എന്ന് പറഞ്ഞ് ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ ഞങ്ങൾ, അങ്ങനെയുള്ള ഒരു മലയാളി ഒരു കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇത്തരം കുടിയേറ്റങ്ങളിലേക്ക് പൊതുവിൽ ദാരിദ്ര്യവും പട്ടിണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഗൾഫ് കുടിയേറ്റം വാസ്തവത്തിലൊരു വികസന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പടിപടിയായിട്ടുള്ള തൊഴിൽ ശക്തിയിലുള്ള വികസനം, തൊഴിലിൻ്റെ കഴിവിലുള്ള വികസനവുമായി ബന്ധപ്പെട്ടുള്ളൊരു വികാസമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് ഗൾഫ് കുടിയേറ്റത്തിലെ വളരെ നിർണായകമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട്, സ്വദേശീയവൽക്കരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള വലിയ തിരിച്ചടികൾ നേരിടുന്നു. തൊഴിലിൻ്റെ വേതന വർധനവെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ലാത്തതുകൊണ്ടും, വേതനം കൂടുതലുള്ളവർക്ക് മാത്രം അവിടെ ജീവിക്കാം എന്നൊരവസ്ഥ വരുന്നതുകൊണ്ടും അത്തരത്തിലുള്ള കുടിയേറ്റ സാധ്യതകൾ കുറഞ്ഞു വരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനം തന്നെ വലിയ രീതിയിൽ മാറുന്നു. കേരളം ഒരുപക്ഷെ വിദേശ നാണ്യ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം 11% മാത്രമുള്ളൊരു സംസ്ഥാനമായിട്ട് മാറുന്നതായിട്ട് കേന്ദ്ര കണക്കുകൾ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപക്ഷെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവരുമാണ് അവർ. അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്ന വിദ്യാഭ്യാസം എന്നൊരു കാര്യത്തിന് വേണ്ടി പോകുന്ന ആളുകൾ, ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെയുണ്ട്. അതിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര പ്രമാണങ്ങൾ ഏതാണ്ട് 1970 തൊട്ട് അതുപോലെ 90-കളിൽ 2000-ൽ 2018-ൽ ഇങ്ങനെ അനുക്രമമായ രീതിയിൽ ഒരു മനുഷ്യാവകാശ പൗരാവകാശ രീതിയിലുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് അഭിമുഖീകരിക്കുന്ന രീതിയിൽ, അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങളല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ചർച്ചകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യത്തിലാണ് പല അന്താരാഷ്ട്ര പ്രമാണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവസാനമായിട്ട് 2018-ൽ രൂപീകൃതമാകുന്ന ഗ്ലോബൽ കോമ്പാക്റ്റ് ഓൺ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ, GCM എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പറ്റം അന്താരാഷ്ട്ര ചിന്തകളുടെ, ഞാനിതൊന്നും തന്നെ പ്രാവർത്തികമാകുന്ന നയരേഖകൾ അല്ല എന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കണം. കാരണം ഇതൊക്കെ വലിയൊരു ഐഡിയേഷൻ്റെ ലെവലിൽ മാത്രം നടക്കുന്ന ഉന്നതമായിട്ടുള്ള ചിന്തകളുടെ ഒരു സംഹൃതി എന്ന് വേണമെങ്കിൽ പറയാം. ചില രാജ്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരവരുടെ ഭരണഘടനാ രീതിയിലേക്ക് വളരെ ചുരുക്കം രാജ്യങ്ങൾ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതിനെ പിന്നീട് എൻ്റെ സംഭാഷണത്തിൻ്റെ വേറൊരു അവസരത്തിൽ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നിയമങ്ങളുടെ ഒക്കെ ഈ പറയുന്ന അന്താരാഷ്ട്ര ചർച്ചകളുടെ ഒക്കെ തന്നെ ഒരു നിർണായകമായ വശം, എത്രമാത്രം ഒരു വിദേശത്തേക്ക് പോകുന്ന ഒരാൾ, അത് തൊഴിലിന് വേണ്ടിയുള്ള സാഹചര്യത്തിൽ നമുക്ക് തുടങ്ങണം. അപ്പോൾ എത്രമാത്രം ഈ പോകുന്ന ആൾ തൻ്റെ ഉദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലാണ് താൻ ചെന്നുചേരുന്ന സ്ഥലത്തെ അവിടുത്തെ അവസരങ്ങൾ എങ്ങനെയാണുള്ളത്, അവിടെ ചെന്നു ചേരുമ്പോഴുള്ള സുരക്ഷിതത്വം, വരുമാനം, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കാലാവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് നടപ്പിലാകേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അന്താരാഷ്ട്ര പദ്ധതി നമുക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിദ്യാർത്ഥി തൊഴിലാളി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് 2021 അപ്പം ഞങ്ങളുടെ തന്നെ ഈ സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്ന ബിൽറ്റോ മാത്യു എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പഠനത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ എന്ന രീതിയിലുള്ള റെഫറൻസ് പോലും കരട് രേഖയിലില്ല. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം 2000-നും 2023-നും ഇടയിൽ ഏതാണ്ട് ഒരു 500% കൂടുതലാണ് ടോട്ടൽ വളർച്ച നമുക്ക് കാണുന്നത്.
അപ്പോൾ ഇത്രമാത്രം വികസ്വരമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസപരമായ വലിയൊരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമക്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർലമെൻ്ററി ആലോചന പുഷ്ടിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ, ഒരു ഒരു സമ്പ്രദായത്തിൽ ഞാനൊരു പക്ഷേ ഇതിനെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശപരമായ ഒരു സമീപനം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു രണ്ട് വശങ്ങളുള്ളത്. രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിയുടെ യാത്രയാണിത്. അപ്പോൾ ഒരു വ്യക്തി ഒരു രാജ്യത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ അവിടുത്തെ പൗരത്വം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവകാശ സംഹിതകൾ കാര്യമായി ലഘൂകരിക്കപ്പെടുകയാണ്. മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അയാളൊരു പുതിയൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ അയാൾ സ്വയം വീണ്ടും കണ്ടെത്തുകയാണ്. അപ്പം അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പൊതുമാധ്യമങ്ങളിലും വ്യക്തിപരമായ സംഭാഷണങ്ങളിലും ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഡെസ്റ്റിനേഷൻ രാജ്യങ്ങളിലേക്ക് വന്നു ചേരുന്ന ആളുകളിൽ ഒരു വലിയ പങ്ക് ആളുകൾക്കും ഈ ഗൗരവമായ രീതിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രശ്നം നേരിടുന്നു. അത് മാനസികമായ ആശങ്കയായിരിക്കാം, താമസം കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചെന്നു ചേരുന്ന യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരവുമായിട്ട് നിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അവിടുത്തെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളില്ലാത്തതായിരിക്കാം. അങ്ങനെ അതുകൊണ്ട് തന്നെ പഠന പ്രക്രിയ വളരെ ഗുരുതരമായ വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് ഒരുപക്ഷെ നമുക്ക് ലഘൂകരിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഒരു സാമൂഹിക സ്ഥാപനപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ വിദ്യാർത്ഥി അങ്ങനെ ആവുന്നത്. കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് കാനഡ, വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ് കാനഡയിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം. കാരണം കനേഡിയൻ ഗവൺമെൻറ് അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ടും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ വിദ്യാർത്ഥികളെ അവിടെ വരുത്തി താമസം കൊടുത്ത് പാർട്ട് ടൈം ജോലി കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 3 മാസത്തിനുള്ളിലാണ് നിർണായകമായ ഒരു മാറ്റം വരുത്തി ഒരുപാട് ഇന്ത്യക്കാർക്ക് തിരിച്ചു പോരേണ്ട രീതിയിലുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാലാവസ്ഥ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നു. അതിൽ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പല പ്രശ്നങ്ങൾ വഴിയും കൂടി അതൊക്കെ ഉണ്ടാവുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടായിരിക്കാം. എന്നാലും ആഭ്യന്തരമായ പ്രശ്നങ്ങളായിരിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഒരു സ്വയം തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ഒരു യാത്രയിൽ അയാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സുരക്ഷിതത്വം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ലഘൂകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രിമൈസ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവകാശബന്ധിതമായ അന്താരാഷ്ട്ര ചിന്താ പദ്ധതിയുടെ ഒരു വളരെ മൗലികമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുന്ന ധാർമ്മികമായ ചില മേഖലകൾ എന്തുകൊണ്ട് ഇതിൽ പ്രാവർത്തികമാകുമെന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചസ് ടു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീസിസ് ഉണ്ട്. അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു രാജ്യത്തിന് എപ്പോഴും രണ്ട് തരത്തിലുള്ള ഓബ്ലിഗേഷൻസ് ആണ് ഒരു പൗരജനത്തിനോടുള്ളത്. അതിലൊന്ന് അയാളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള വളരെ സജീവമായിട്ടുള്ള പ്രൊവൈഡിങ്, ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അയാളുടെ അവകാശങ്ങൾക്ക്, അയാളുടെ സുരക്ഷിതത്വത്തിന്, അയാളുടെ മാനസികമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഇരിപ്പിന് അതിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ തടയിടുക, നിയമം വഴിയും ഫോഴ്സ് ഉപയോഗിച്ച് പോലും തടയിടുക എന്ന് പറയുന്നൊരു കാര്യമാണ് 98 വരുന്ന ഒരു സമ്പ്രദായം. 2000 ഞാൻ പറഞ്ഞ രീതിയിൽ വ്യക്തമായ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന, അതുവഴി ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും ഒരു ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പ്രമാണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ചർച്ച ഉണ്ടാകുന്നത്. ഇത്തരം പ്രോട്ടോക്കോളുകളൊക്കെ നമ്മളുടേതുൾപ്പെടെ പല രാജ്യങ്ങളും അംഗീകരിച്ചതാണെന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇത്തരം ഒരു അന്താരാഷ്ട്ര സാഹചര്യം, ഞാൻ നിയമത്തിൻ്റെ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു, ഇന്ത്യയിലെ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു വിചാരം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഈ സംഭാഷണത്തിൻ്റെ ഒരു തലക്കെട്ടെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത വിദ്യാഭ്യാസം, അതിർത്തി താഴുന്ന വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 തരം അതിരുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്
ഇവിടുത്തെ ഒരു ആം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റേതായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, ലോക കാഴ്ച എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിരായിട്ട് ഞങ്ങൾ കാണുന്നത്. ഏതാണ്ട് 160ഓളം സ്റ്റുഡൻസിനെ നമ്മൾ നേരിട്ട് കണ്ട് നടത്തിയ, ഞാൻ 3 പഠനങ്ങളാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അതിൽ ഈ ഒരു പഠനത്തിൽ വളരെ അതിശയകരമായ രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയോടുകൂടി വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം, വീടുകൾക്കുള്ളിലെ സ്വാതന്ത്ര്യമില്ലായ്മ, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അവരവരുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോട്ടങ്ങളും ഇടപെടലുകളും ആക്രമണങ്ങളും, അനാവശ്യമായ രീതിയിലുള്ള ഒരു ഒരു ഭീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ പരിസരം, അതുപോലെ തന്നെ സ്വന്തമായി പഠിക്കുന്ന സാഹചര്യങ്ങളിലൊന്നും തന്നെ ഒരു ജീവന ഉപാധികൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം നടക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക. ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ലോക സഞ്ചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മൾ ഡ്രിഫ്റ്റേഴ്സ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചില വർഷങ്ങളെങ്കിലും ലോകത്ത് പല സ്ഥലങ്ങളിൽ കറങ്ങി നടന്നതിന് ശേഷം എന്തു വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രവണത, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നു. അത് 2018 കൂടിയൊക്കെയാണ് ഒരു അക്കാദമിക് ലിറ്ററേച്ചറിൽ അങ്ങനെയുള്ള പദങ്ങളൊക്കെ തന്നെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു എന്ത് കാരണം കൊണ്ടാണ്, വാട്ട് ആർ ദ ഡ്രൈവേഴ്സ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും നമ്മളുടെ സ്ഥാപനക്രമത്തിലും നമ്മളുടെ കുടുംബക്രമത്തിലും ഒക്കെ തന്നെയുള്ള വലിയ യാഥാസ്ഥിതിക ന്യൂനതകൾക്ക് അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായി വന്നിരിക്കുന്നത്. നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പം ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷനെ പറ്റി ഞാൻ സംസാരിച്ചു. അതിൽ ഈ പറഞ്ഞ അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രൊവിഷൻ തന്നെ വളരെ കൃത്യമായൊരു സൂചനയാണിതിൽ. എനിക്ക് തോന്നുന്നത് കേരള സംസ്ഥാന ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 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 നയരൂപീകരണത്തിന് വേണ്ടിയുള്ളൊരു 3 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയായിരുന്നു. അവരിൽ ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷേ അവരല്ല അത് ഓതൻറ്റിക്കേറ്റഡായിട്ട് സംസാരിക്കുന്ന ആളിൽ. പക്ഷേ അതിൻ്റെ ചെയർപേഴ്സണോട് ഞാൻ സംസാരിച്ചു. പല രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം, കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെതായ പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകാലിക ശ്രമങ്ങൾക്കുള്ളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആലോചന നല്ല രീതിയിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പഠന പ്രക്രിയ എന്ന് പറയുന്നത് അധ്യാപകരെയും അധ്യാപനത്തിനെയും മാത്രം മുൻനിർത്തി നടക്കുന്ന ഒരു പ്രവർത്തനമായി പരമ്പരാഗതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കഴിവുകളുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ നമുക്ക് മറ്റു രീതിയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കകത്ത് കാര്യമായ വസ്തുത ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു അധ്യാപന പ്രക്രിയ എന്ന് പറയുന്നതിനോട് പ്രത്യേകിച്ചും താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തെയാണ് ഞാനിത് കാണുന്നത്. വളരെ വളരെ തുറന്നു പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അങ്ങെത്താം. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നതിലേക്ക് സഹായിക്കുന്ന അനവധി സംഘടനകളുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഏറ്റവും കൂടുതലൊരു പരസ്യം വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ഫ്രീ, പ്രയോർ, ഇൻഫോംഡ് ഫോം ഓഫ് ഡിസിഷൻ മേക്കിംഗ് വേണം. നമ്മൾക്ക് സ്വതന്ത്രമായ വിവരങ്ങൾ കിട്ടണം, സമയത്തുള്ള വിവരങ്ങൾ കിട്ടണം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടണം. ഒരു വിദ്യാർത്ഥി ജീവിക്കുന്നതും പാർട്ട് ടൈം ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സമഗ്രമായ വിവരം കിട്ടണം എന്നുള്ള ഒരു ആപ്ത വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ ഇതിനെ ചില വാർത്താമാധ്യമങ്ങളൊക്കെ ഇതിനെ ഒരു കുടിയേറ്റത്തിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതല്ല. ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്ന ഒരു വസ്തുത അതാണ്. കുടിയേറ്റം ഒരുപക്ഷെ നമുക്ക് വിദ്യാർത്ഥികളുടെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അതിൽ ആഗോള മൂലധനപരമായ താല്പര്യങ്ങളുണ്ട്. അവർ പോകുന്ന രാജ്യങ്ങളിലെ അവിടുത്തെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തൊഴിൽ സംവിധാനത്തിനകത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ തൊഴിലിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു അന്താരാഷ്ട്ര സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അത് യൂറോപ്പിൽ തന്നെ ഈ വിദ്യാഭ്യാസത്തെ ആഗോള തലത്തിൽ ക്രോഡീകരിക്കുന്ന രീതിയിലുള്ള ചില വലിയ വിദ്യാഭ്യാസപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഈ പറയുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്,
രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സമ്പ്രദായം ഉണ്ടായി വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ആഗോള വിദ്യാഭ്യാസ സാഹചര്യം മാറുന്നു. പ്രാദേശിക തലത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രീതിയിലുമുള്ള അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ തൊഴിൽ എത്രമാത്രം അവരുടെ സമൂഹങ്ങളിൽ, വിദേശ സമൂഹങ്ങളിൽ എത്രമാത്രം വേണം എന്നുള്ളതുമായിട്ടുള്ള പ്രാധാന്യം നിലനിൽക്കുന്നു. വിദ്യാർത്ഥികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഞ്ച, പോകുവാനുള്ള വാഞ്ച, സൗഹൃദപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വഴിയുള്ള പോക്കുകൾ, വീടുകളിൽ സംഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള വലിയ രീതിയിൽ ഇപ്പോൾ ബാങ്കുകളുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 98% തിരിച്ചടവ് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് നമുക്ക് തുടർന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സുതാര്യമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുക. 2, മോശമായ സാഹചര്യങ്ങളിലെ അനുഭവങ്ങളുമായി തിരികെ വരുന്ന ആളുകളുടെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുക. 3, ഈ മൈഗ്രേറ്റ് പോലെയുള്ള സംഭവങ്ങൾ ടോട്ടലായിട്ടുള്ളൊരു ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക. ഏറ്റവും നല്ല രീതിയിൽ വിവരം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും പ്രധാനമായി ഈ സംസ്ഥാനത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ആഗോള വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സാധ്യതകളെ ക്രമീകരിക്കുന്ന രീതിയിലുള്ള ആലോചനകളും സ്ഥാപനങ്ങളും സിലബസുകളും നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സാറ് വളരെ ഭംഗിയായിട്ട് കുടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം നമുക്കറിയാം ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ആൾക്കാർ, അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആൾക്കാർ കുടിയേറിയതും, അതിനുശേഷം 1950-60 കാലഘട്ടങ്ങളിൽ സിലോൺ, മലേഷ്യ തുടങ്ങിയ ഇന്നത്തെ സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ, ഇറാനിലേക്കൊക്കെ കുടിയേറിയ, അന്ന് പേർഷ്യയായിരുന്നു, പേർഷ്യയിലേക്കൊക്കെ കുടിയേറിയ ആൾക്കാരുണ്ട്. അതേസമയം 1970 ശേഷമാണ് ഗൾഫിൻ്റെ വസന്തം വന്നത്. നമുക്കറിയാം അന്നത്തെ കാലത്തെ ആൾക്കാർ ഒരു 10th കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ആരെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ടിക്കറ്റ് എടുത്ത് ഗൾഫിലെ ഏതെങ്കിലും കൺട്രിയിൽ പോയി ഒരു ജോലി തേടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 90കളുടെ ആരംഭത്തോടുകൂടി ഗൾഫിൻ്റെ വസന്തം അവസാനിക്കുന്നു എന്നൊരു തോന്നൽ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അപ്പോൾ അന്ന് തൊട്ടാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോവുക, പഠിക്കുക എന്ന ഒരു സങ്കല്പത്തിൻ്റെ വ്യാപ്തി കൂടിയത്. കാരണം അതിനു മുമ്പും കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു, വളരെ കുറവായിരുന്നു. പക്ഷേ 90കളുടെ ആരംഭത്തിലാണ് നേഴ്സുമാരൊക്കെ വിദേശത്തേക്ക് പോയി തുടങ്ങിയത്. കാരണം അവർ വെസ്റ്റേൺ കൺട്രികളിൽ പോയി, അവിടെ പോയി നല്ല ജോലിയൊക്കെ കിട്ടി, അവർ നല്ല രീതിയിൽ സെറ്റിലാകുന്ന കണ്ടോടെയാണ് ജനം ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. അതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് ഐ ടി വിപ്ലവം വന്നതിൻ്റെ നമുക്കറിയാം. ഇവിടുന്ന് ഒരുപാട് പേര് അമേരിക്കയിലൊക്കെ ഇപ്പോൾ നേരിട്ട് MCAയും അതേപോലെയുള്ള ബിടെക് കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ ആൾക്കാരും ബിടെക് കഴിഞ്ഞ ആൾക്കാരും ഒരുപാട് പേര് അന്ന് അമേരിക്കയിലേക്ക് പോയി ജോലിയിലേക്ക് കയറിയ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആൾക്കാർ ഈ അന്വേഷിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് നമ്മളുടെ ആൾക്കാർക്ക് വിദേശത്ത് പോവുകയും അവിടെ ഒരു ജോലി തരപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ പോകാനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ എക്കണോമിക്സിലെ ഒരു തിയറി നിങ്ങളൊക്കെ കേട്ടു, പുഷ് പുൾ തിയറി എന്നുണ്ട്. ഇപ്പം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പുഷ് ഫാക്ടറാണ്. അതായത് ഇവിടെ പട്ടിണിയാണ്, നമ്മൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ അവിടെ പഠിച്ചതിന് ശേഷം നല്ല ജോലി വാങ്ങുക, അല്ലെ സെറ്റിലാകുക, അല്ലെ പെർമനന്റ് റെസിഡൻ്റ് ആകുക, സിറ്റിസൺ ആകുക എന്നൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞൊരു പുൾ തിയറിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടത്തെക്കാളും സൗകര്യമുള്ള ഒരു ജോലി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ആ രാജ്യത്ത് കിട്ടുമെന്ന് കണ്ട് ആൾക്കാരെ അങ്ങോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം എല്ലാ ആൾക്കാരുടെയും ഒരാഗ്രഹം നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജോലി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ജോലി കിട്ടിയാൽ അതിൻ്റെ ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ മാറ്റി വെക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബമൊക്കെ ആയി, ജോലിയൊക്കെ കിട്ടി, വിവാഹത്തിന് ശേഷം കുട്ടികളൊക്കെ ആയി ഒരു കുടുംബമാകുമ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് എല്ലാ ആൾക്കാരുടെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു നല്ല എമൗണ്ട് നമ്മൾ മാറ്റിവെക്കും. രണ്ടാമത്തെ ഒരു നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് രണ്ടാമതൊരു തുക മാറ്റി വെക്കുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം, പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ കാലഘട്ടമാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ല് നമുക്ക് അറിയത്തില്ല എത്രയാണ് വരുന്നത്. നമുക്കൊരു പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ചിലവായിട്ട് നമ്മളെപ്പോഴും കണക്കാക്കി നമ്മൾ ഒന്നെങ്കിൽ ഇൻഷുറൻസ് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് തുക അതിനായിട്ട് കരുതി വെക്കും. അതിനുവേണ്ടി ഹെൽത്തിന് വേണ്ടിയിട്ടാണ്.
മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പണ്ടത്തെ ഒരു കുടുംബ വ്യവസ്ഥയിൽ നിന്നൊക്കെ വന്ന മാറ്റങ്ങളാണ്. ഇപ്പം ഈ പേരൻസിനെ മക്കള് പേരൻസിനെ നോക്കുമോ എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും അറിയാം. കാരണം ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ പല വീട്ടിലും. അവർ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും. തിരിച്ച് പ്രായമാകുമ്പോൾ നമ്മളെ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുരക്ഷിതത്വം എന്താണ് എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും. ഒരു 40-50 ഈ വയസ്സിലേക്ക് കടക്കുമ്പോൾ എല്ലാവരിലും മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ സ്വരൂപിച്ച് വെക്കും. കാരണം മക്കൾക്ക് എന്തൊക്കെ കൊടുത്താലും നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ കുറച്ച് പൈസ വേണം. കാരണം 60 വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ വേണം. എല്ലാവർക്കും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും പെൻഷൻ ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണം സമ്പാദിച്ച് വെക്കണം. ഈ ഒരു 3 അടിസ്ഥാനപരമായ കാരണങ്ങളാണ് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവർ കയ്യിൽ പണം സൂക്ഷിക്കാനുള്ള മെയിൻ കാരണം. നാലാമതൊരു കാരണമുണ്ട്. നമ്മളെല്ലാം ഇവിടെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ജോലികൾ പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിലെ ജോലിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സേഫ് അല്ല. കാരണം ഇന്ന് നാളെ രാവിലെ കമ്പനിയുടെ ഓണർ പറയാം നിങ്ങൾ വരേണ്ടതല്ല, അല്ലെ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മിടുക്കനായ ജോലിക്കാരനായാലും പിറ്റേ ദിവസം നമ്മുടെ ജോലി പോകും. നമുക്കതിനെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടണമെന്ന് പറയാനുള്ള സാധ്യതകൾ നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജോലിയുടെ ഒരു സുരക്ഷിതത്വം, അതിനാണ് നമ്മൾ സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി അപേക്ഷിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർക്ക് സർക്കാർ ജോലികളൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ആൾക്കാർ വിദേശത്ത് കൂടുതലും അത് വെസ്റ്റേൺ കൺട്രികളിൽ പഠിക്കാൻ പോകുന്നത്. കാരണം വെസ്റ്റേൺ കൺട്രികളിൽ പഠിച്ച് അവിടെ നല്ലൊരു ജോലി വാങ്ങി അവിടെ പെർമനന്റ് റെസിഡൻ്റ് ആയി അവിടെ സിറ്റിസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾക്ക് തീരുമാനമാണ്. കാരണം അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്, അതുപോലെ പ്രൈവറ്റ് പെൻഷനുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവരെ കൃത്യമായി നോക്കിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഇതേപോലെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ, അതായത് പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നത് നിശ്ചിത എമൗണ്ട്. കാരണം എല്ലാ ആൾക്കാർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഒരു EMI ഇല്ലാത്ത ഒരു ജോലിക്കാരനില്ല. എല്ലാവർക്കും ഒന്നെങ്കിൽ അവനൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടാവും, കാറ് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ വീട്ടുപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, എല്ലാത്തിലും ലോൺ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം നമുക്ക് വാടക കൊടുക്കണം, വാടകയ്ക്ക് താമസിക്കാൻ വാടക കൊടുക്കണം, ഇനി അല്ല EMI അടയ്ക്കേണ്ടവർക്ക് EMI അടയ്ക്കണം. ഇതെല്ലാം അവരെ സംബന്ധിച്ച പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെ വെസ്റ്റേൺ കൺട്രികളിൽ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങൾ, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്ന രാജ്യങ്ങളിൽ അവിടെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ 4 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലി പോയാൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് ജോലി കിട്ടും. ഇങ്ങനെയുള്ള അട്രാക്ഷൻസ് കൂടുതൽ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കി. നമുക്കറിയാം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. ഈ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് പണ്ട് പുസ്തകങ്ങളിലൂടെ വായിച്ചാൽ മനസ്സിലാക്കാവുള്ളൂ. ഇന്ന് കോവിഡ് കാലത്ത് നമ്മുടെ ചെറിയ കുട്ടികൾ പോലും ഓൺലൈനിൽ ഇരുന്ന് യൂട്യൂബും മറ്റു നവമാധ്യമങ്ങളിലൂടെയൊക്കെ ലോകത്തിൻ്റെ ജീവിതങ്ങളും അവിടുത്തെ ജീവിതാനുഭവങ്ങളും ചരിത്രങ്ങളെല്ലാം പഠിച്ചു. അവിടെ എന്താണ് നടക്കുന്നത്, നമ്മളുടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഇടയ്ക്ക് സാറ് സൂചിപ്പിച്ച കുറച്ച് ഘടകങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മലയാളികളുടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ കുട്ടികൾക്ക് നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെ വീട്ടിലെ മറ്റ് നമുക്ക് വെസ്റ്റേൺ കൺട്രികളിലെ പോലെ സ്വാതന്ത്ര്യം ഇല്ലായ്മ, അല്ലെങ്കിൽ പേരൻസിൻ്റെ ചിട്ടയോടുകൂടി പേരൻസ് വളർത്തുമ്പം അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം വേണം. കാരണം എൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടി അല്ല അമേരിക്കയിൽ, അല്ലെങ്കിൽ കാനഡയിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇതിനേക്കാളും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലെന്നൊരു തോന്നൽ. മുഴുവൻ കാര്യങ്ങൾ ജീവിതകാലത്ത് ഒരു പേരൻസിൻ്റെ ഒരു കാലഘട്ടം വരെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർക്ക് വിദേശത്ത് പോകണമെന്നും പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പിടിച്ചു നിർത്തുന്ന അട്രാക്ഷനാണ് ഞാൻ പറഞ്ഞത് ഈ സാമൂഹിക സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളിൽ. നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഡെവലപ്ഡ് കൺട്രിയാണ് നമ്മൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവും അത് വികസിത രാജ്യങ്ങളാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിൽ ഈ കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവിടെ പോകുന്നു, പഠിക്കുന്നു. നല്ല മിടുക്കരായ കുട്ടികൾക്ക്, നമുക്കറിയാം ഇന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ സെറ്റിൽമെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഒരാൾക്ക് പോലും ഒരാളുടെ അവിടെ പഠനം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടുമെന്ന് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സെറ്റിലാകാൻ അതിനെല്ലാം സാധ്യതകളുണ്ട്. നമ്മുടെ ആൾക്കാർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുകയും നന്നായി പെർഫോം ചെയ്യുകയും ജോലി ഒരു ഗൗരവകരമായ ഒരു കാര്യമായിട്ട് ജീവിതത്തിൽ കണ്ടെത്തുന്ന ആൾക്കാരാണ് മലയാളികൾ. അതുകൊണ്ട് മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെ പോയാലും നന്നായി പഠിക്കും. കാരണം ഈ സ്വാതന്ത്ര്യമൊക്കെ മനസ്സിലുണ്ട്. അവിടെ ഇതെല്ലാം നന്നായി ഇവിടത്തെക്കാളും സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ട് എന്ന് ചിന്തിച്ചാൽ പോലും നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് നന്നായി പഠിക്കണം, നല്ലൊരു ജോലി കിട്ടണം, ജോലി കിട്ടിയതിന് ശേഷം മതി ഇതെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവിടെ പോകുന്നു, പഠിക്കുന്നു, അവിടെ സെറ്റിലാകാൻ സാഹചര്യങ്ങൾ കൂടുതൽ നേടുന്നു. അപ്പം സാറ് കാനഡയുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. കാനഡയിലെ സാഹചര്യങ്ങൾ നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ കുട്ടികൾക്കൊന്നും വലിയ കാര്യമായ ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് അവർക്ക് അനുകൂലമായ നിയമങ്ങളാണ് ഇന്നും ഗവൺമെൻറ് പിന്തുടരുന്നത്.
നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഇവിടുന്ന് പോയവരും പഠനം ഫോക്കസ്ഡ് ആയിട്ട്, അതായത് ജോബ് ഓറിയന്റഡ് ആയ കോഴ്സുകൾ. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് പോവുകയും നമ്മളൊരു പ്രത്യേക ഒരു ആകർഷണം, എന്തായാലും എല്ലാവരും പോകുന്നു, ഇപ്പോൾ ഒരു അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, ഞങ്ങളെല്ലാവരും പോകുന്നു, എൻ്റെ ഫ്രണ്ട്സ് പോകുന്നു, അല്ലെ എൻ്റെ വീട്ടിലുള്ളവർ പോകുന്നു, അതുകൊണ്ട് അതേ സ്ഥലത്ത് പോവുക, ആ കോഴ്സ് പഠിക്കുക എന്നുള്ളതിൽ ചിന്താഗതിയിൽ നമ്മൾ മാറണം. അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. ഒരാൾ ഒരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകും. അവർ വേറെ അവസരങ്ങൾ തേടുന്നില്ല. അപ്പോൾ നല്ല അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് നമുക്ക് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, വിദ്യാർത്ഥികൾ കുടിയേറാനുള്ള അവസരങ്ങളുണ്ട്, സെറ്റിൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഏത് രാജ്യത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ രാജ്യത്ത് സാധ്യതയുള്ള കോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. വ്യക്തമായ പഠനത്തിന് ശേഷം മാത്രമേ നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും കോഴ്സ് തിരഞ്ഞെടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അവിടെ ഇന്ന കോഴ്സിനാണ് പോയത് അതുകൊണ്ട് ഞാനും അതിന് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയവും. ചിലപ്പോൾ അവർ അവിടെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ വരും, ചിലപ്പോൾ അവർ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ അവർക്ക് സെറ്റിൽമെൻറ്റ് സാധ്യത ഇല്ലാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ, അതായത് നമ്മൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ടൗണിൽ ഇറങ്ങി ആ ടൗണിലെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിച്ചാൽ അതിന് ചുറ്റുവട്ടമുള്ള ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. എന്തൊക്കെ ഇൻഡസ്ട്രീസിലാണ് അവിടെ ജോലി സാധ്യതയുള്ളതെന്ന് കണ്ടെത്തണം. അവിടുത്തെ ഗവൺമെൻറ്, നമ്മളുടെ വികസിത രാജ്യങ്ങളെല്ലാം നമുക്കറിയാം, ഓരോരോ അവിടെ പ്രോവിൻസ് ആയാലും സ്റ്റേറ്റ് ആയാലും അവിടുത്തെ ടൗൺ പ്ലാനിങ് ഓഫീസേഴ്സ് ആയാലും എല്ലാം ആ ഏരിയയിലുള്ള ജോലികളുടെ സാധ്യത ലേബർ മാർക്കറ്റ് ഒപ്പീനിയൻ എല്ലാ മാസങ്ങളിലും, അല്ലെങ്കിൽ ഒരു 3 മാസം അല്ല 6 മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കും. നമ്മൾ അതെല്ലാം വായിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വായിക്കാനും അറിയാനും ഒക്കെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഓൺലൈനിലൂടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എടുത്ത് നമ്മളുടെ ഇപ്പോൾ കോഴ്സ്, ഞാനൊരു കെമിസ്ട്രി പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ച ഒരാളാണ്, അതിന് പറ്റിയ ജോലി ഏത് സ്ഥലത്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും പഠിക്കാനും പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എല്ലാവരും അങ്ങോട്ട് പോകും. അതായത് 4 പേര് അവിടെ പോയി രക്ഷപ്പെട്ടാൽ ബാക്കി നമുക്ക് 40 പേർക്കും അവിടെ പോയി രക്ഷപ്പെടാമെന്ന് ചിന്ത നമുക്ക് മാറ്റി വെക്കണം. നമ്മളുടെ അഭിരുചിക്ക് അനുസരിച്ച കോഴ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കോഴ്സുകൾക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് പോയാൽ നമുക്ക് വിടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഇഷ്ടംപോലെ കോഴ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്, വിദേശത്തുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. കേരളത്തിന് പുറത്ത് തന്നെ ഇപ്പം നമുക്കറിയാം, വിദേശത്ത് നിന്ന് കഴിഞ്ഞ വർഷം 42,500 സ്റ്റുഡൻസ് ആണ് 2022 പോയത്. എന്നാൽ 32,000 സ്റ്റുഡൻസ് 2021 പോയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി, അതിൻ്റെ ഇരട്ടിയല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1.5-2 ലക്ഷം പേരെങ്കിലും നമ്മുടെ കയ്യിൽ കണക്കുണ്ടോ എന്നറിയില്ല, അത്രയും പേര് കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, അല്ലെങ്കിൽ ഡൽഹി, ബോംബെ ഒക്കെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികളായാൽ പോലും നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ സാധ്യതയുള്ള കോഴ്സുകൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്താൽ അത് ഒരിക്കലും ഒരു പ്രശ്നമാകില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ മുഴുവൻ അവിടെ സെറ്റിലാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ യുവത്വം മുഴുവനും ഈ നാട്ടിൽ നിന്ന് പോയി ആ നാട്ടിലേക്ക് കരകയറുകയാണ്, ഇവിടെ വൃദ്ധസദനമാകുന്നതൊക്കെ ഉള്ള ചിന്താഗതി തെറ്റാണ്. കാരണം ഇതിൻ്റെ അകത്ത് പല കോഴ്സുകൾ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരു ഗ്ലോബൽ എക്സ്പോഷറിന് വേണ്ടി പോകുന്നതാണ്. കാരണം ഇവിടെ ഇല്ലാത്ത പല കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ പോവുകയും നമ്മൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ പോയി, ഞാനൊരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ച ഒരാളാണ്. എനിക്കറിയാം, ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ 80 പേരുണ്ടായിരുന്നു. അത്രയും ആൾക്കാരുടെ ഒരു സർക്കിളിലാണ് എനിക്കുള്ള കണക്ഷൻസ് ഉണ്ട്. അതെൻ്റെ വീടിന് ചുറ്റുവട്ടം, അല്ലെങ്കിൽ ആ ജില്ലയിൽ ഉള്ള ആൾക്കാർ മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ UK പോലെയുള്ള രാജ്യങ്ങളിൽ പോയി നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമുക്ക് 140 രാജ്യങ്ങളിലെ സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വലിയ ആൾക്കാർ, വലിയൊരു വൈഡായി. നമ്മളെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുതായി. കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാനും അവിടുത്തെ അവസരങ്ങളെ, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ജീവിത രീതികളും അവിടെ എന്തൊക്കെ തൊഴിൽ സാധ്യതകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് പഠിക്കുമ്പോൾ ആ ഏരിയയിലെ കാര്യങ്ങളാണ് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ നമ്മളൊരു വിശ്വ പൗരൻ, അല്ലെങ്കിൽ ഗ്ലോബൽ പൗരനായി മാറാനുള്ള സാഹചര്യമാണ്. കാരണം ലോകത്ത് എല്ലായിടത്തും നമുക്ക് ബന്ധങ്ങളായി, അവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റി, നമ്മുടെ നാടുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റി, എവിടെയാണ് നല്ലൊരു തൊഴിൽ സാധ്യത കിട്ടാം, എവിടെയാണ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വലിയ സാഹചര്യമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളിവിടെ ഒരു നല്ല MBA ഇവിടെ പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞ ഒരാൾ നല്ലൊരു MBA പഠിക്കണമെങ്കിൽ മിനിമം ഒരു 10 ലക്ഷം രൂപ വേണം. 2 വർഷം അവർ ഈ 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 2 വർഷം പഠിച്ച് നമുക്കിവിടെ കിട്ടുന്ന അറിയാം, ഒരു MBA കഴിഞ്ഞ ആൾക്ക് പരമാവധി കിട്ടുന്ന സാലറി ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 25,000 ഒക്കെ കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്.
എങ്കിൽ അതേ സ്ഥലത്ത് നമ്മൾ UK പോയി ഒരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 12 ലക്ഷം രൂപയോ കൊടുത്ത് ഒരു MBA പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഗ്ലോബൽ എക്സ്പോഷർ മുഴുവൻ അവർക്ക് കിട്ടി. ആ ഗ്ലോബൽ എക്സ്പോഷറിൽ അവർക്ക് ഒരുപാട് ലോകത്ത് അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ളത് മാത്രമല്ല, ആ രാജ്യത്തുള്ള എല്ലാ ലോകത്ത് പലയിടങ്ങളിലുള്ള ജോലി സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. നമ്മളുടെ സാമൂഹിക ബോധം വളരെ വലുതായി. കാരണം ലോകത്തിന്റെ കൾച്ചർ ഉണ്ട്, ലോകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ കോഴ്സ് പഠിക്കുന്നത് അവിടെ സെറ്റിൽ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. 42,000 പേര് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ പോയിട്ടുണ്ടാവും. 2024 കണക്ക് വന്നിട്ടില്ല, ചിലപ്പോൾ കൂടുതൽ പോയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പകുതി പേരും ഇങ്ങനെ ഒരു ഗ്ലോബൽ എക്സ്പോഷറിന് വേണ്ടി പഠിക്കാൻ പോകുന്നവരാണ്. അവർ പഠിച്ചിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാരണം മത്സരാധിഷ്ഠിതമാണ് ഇന്ന് തൊഴിൽ മാർക്കറ്റ്, അവിടെ എല്ലാം പോയിട്ട് ജോലി വാങ്ങാനുള്ള സാധ്യത കിട്ടുന്ന കുട്ടികളാണ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് മുഴുവൻ ഇവിടുത്തെ യുവത്വം അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളൊരു ചിന്താഗതി തെറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇനി സാർ പറയുമായിരിക്കും. സമയം ദീർഘിച്ചോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് ഞാൻ സമയം എടുത്തിട്ട് നമുക്കൊരു പൊതു ചർച്ചയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഇപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ ഇത് വാസ്തവത്തിൽ കുടിയേറ്റം എന്ന ഞാനൊരു ഡൽഹിയിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറുകയും അതിനുശേഷം അവിടെ ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിവിധ ഭാഷകളിലും സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ ഉള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടിയതിൻ്റെയും ഇടപഴകിയതിൻ്റെയും ഒക്കെ പ്രയോജനം ഇന്നും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രീതിയിലുള്ള പിന്നീട് വികസിച്ചിട്ടുള്ള പല രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല ബാന്ധവങ്ങളും വഴിയുള്ള ഒരു പുരോഗമനം, ബൗദ്ധികമായും അല്ലാതെയും ഒക്കെയുള്ള വിസിബിലിറ്റി ഒക്കെ ഉള്ളൊരു അങ്ങനെ ഒരു ക്യാപിറ്റൽ രൂപീകരിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് അത് സ്വാഭാവികമാണ്. ഇന്ന് അതിനെപ്പറ്റിയുള്ള അറിവുകൾ വളരെ കൂടുതലാണ്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബസ്സിലിരുന്ന് ചർച്ച ചെയ്യുന്നത് യൂറോപ്പിലെ ഏത് രാജ്യത്താണ് പോയാൽ സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യത എന്നൊക്കെയാണ്. സ്കൂൾ യൂണിഫോം ഇട്ടിരിക്കുന്ന കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ എതിർക്കുക അങ്ങനെയുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഉദിക്കുന്നില്ല. കാരണം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേറൊരു കാര്യം കേരളത്തിനെ പറ്റിയുള്ള ഒരു ആലോചനയാണ്. കേരളത്തിൽ ഒരു നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു സമുദ്ര സമൂഹം എന്നുള്ള രീതിയിൽ, തീരസമൂഹം എന്നുള്ള രീതിയിലൊക്കെ രൂപം കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്വാധീനങ്ങളുണ്ട്. അതിൽ ചിലതെങ്കിലും ഇവിടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജ്ഞാനവ്യവഹാരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പല രീതിയിലുള്ള കടന്നുവരവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വടക്കൻ മലബാറിലെ ഒരു 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 പ്രത്യേക രീതിയിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു വരവ് തന്നെ യമനിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അത് വാസ്തവത്തിൽ അതിനെ ലോകമെമ്പാടും ഒരു പ്രത്യേക രീതിയിലുള്ള മതപരമായ വിശ്വാസം കൂടി പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വരത്തുപോക്കുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകളും, കേരളത്തിലെ പല എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആശയങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹിക ക്രമത്തിൻ്റെ തുടർച്ച, അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ ലിങ്കേജുകൾ എന്ന് പറയുന്നൊരു കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ തരത്തിലുള്ള ഒരു കുടിയേറാനായിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ അതിന് സാഹസികതയല്ല, അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് വാസ്തവത്തിൽ നമ്മുടെ സാമൂഹിക ഊർജ്ജത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം തുടരുക തന്നെ ചെയ്യും. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത ചില വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ വന്നിരിക്കുന്ന വലിയ ചില മാറ്റങ്ങളാണ്. അത് പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെ വരുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ, ചില അസഹിഷ്ണുതകളുടേതായിട്ടുള്ള രാഷ്ട്രീയം വളരെ ശക്തമായി വരുന്ന സാഹചര്യം. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ സിവിൽ സമൂഹവും നമ്മളുടെ ഔദ്യോഗിക സമൂഹവും ഗവൺമെൻറ്റുകളും ഒക്കെ തന്നെ, ഇത് ഗവൺമെൻറ്റുകളുടെ മാത്രം കാര്യമല്ല, അതിനുള്ള ആളുകൾ സമഗ്രമായും നിരന്തരമായിട്ടും ഈ പ്രശ്നത്തിൽ വളരെ ഡൈനമിക് ആയിട്ടുള്ള ചില ഇടപെടലുകളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ട് മാത്രമേ ഒരു പോളിസി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഫലപ്രദമായ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ഒരു പോക്കുവരവ് സാധ്യമാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം ഏതാണ്ട് തീരാനായി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്ന എൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം കേരളത്തിൽ മുഴുവനും മലയാളികളാണല്ലോ എന്നുള്ളതാണ്.
കാരണം മറ്റ് ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് മറ്റു പല ഭാഷ സംസാരിക്കുന്നതിനും പല കൾച്ചറുണ്ട്. നമ്മളുടെ സ്വീകരണ മുറിയിൽ ഒരിക്കലും ഒരു ആഫ്രിക്കക്കാരനോ യൂറോപ്പിനോ അമേരിക്കക്കാരനോ ഒരു ഓസ്ട്രേലിയക്കാരനോ കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഒരു അറബിയോ കടന്നു വരുന്നില്ല. കാരണം ലോകത്തുള്ള എല്ലാ ആശയങ്ങളും കേരളത്തിലുള്ളവർ ഒരു പരീക്ഷണശാല പോലെ ആദ്യം ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ആരും മറ്റുള്ള ആൾക്കാരുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ വന്ന് നിറയട്ടെ. നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണലൈസേഷൻ ഈ നാട്ടിലും ഉണ്ടാവട്ടെ. നമ്മുടെ ഇവിടെ ആൾക്കാർ വന്ന് മിക്സഡ് ആയിട്ട് വന്ന് പഠിക്കാനും മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേഷൻ നടത്തി നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താം. നമുക്കിതൊക്കെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളായാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളായാലും ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മളുണ്ട്, പക്ഷേ നമ്മളത് ഉപയോഗിക്കപ്പെടുന്നില്ല. അത് പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരാതികൾ അവസാനിക്കും. നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ ഇനിയും പോയിക്കൊണ്ടേയിരിക്കും. ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്കും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച തന്നെ വ്യർത്ഥമായി മാറും. കാരണം അതൊക്കെ ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗമായി മാറും. കുറേ ആൾക്കാർ പോകും, കുറേ ആൾക്കാർ വരും. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അതിനുള്ള പോളിസി മാറ്റേഴ്സാണ് ഗവൺമെൻറ്റും അതുപോലെ അധികൃതരും നമ്മളും ഒക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. സർ ഡെന്നിസ് സാറോട് ചോദിക്കാണ്. ഞാൻ കാനഡയിൽ BSW ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. 1 ഇയറായി ശരിയാണ്. അപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഇവിടെ ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് PGWP അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്ത് ഒരുപാട്, ഇപ്പോൾ എനിക്കറിയുന്ന UK പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട്സ് 1 ഇയർ പോയിട്ട് സെക്കൻഡ് ഇയറിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായത്. കാരണം ഒരുപാട് ഏജൻസികൾ ഇവരെ നിരന്തരമായി ഈ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ കേരളത്തിലെ കുട്ടികൾ അഥവാ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്ന കുട്ടികൾ ഇവരെ ഫ്യൂച്ചർ എന്താകുമുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ 40 to ഒരു 10-40 ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ 10-40ഓളം നാഷണലുള്ള ആളുകൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നുള്ളത്. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി അൽഗോമ യൂണിവേഴ്സിറ്റി ഒൻറ്റാരിയോ സൂസൻ മേരിയിലുള്ളത്, അവിടെ ഒരു 60-70% ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദിക്കാരാണ് ഉള്ളത്. അത് കാരണം അവിടെ നേരെ അടുത്തുള്ള സൂസൻ കോളേജ് എന്നുള്ള കാനഡൻ കോളേജിലേക്കാണ് ഇന്ത്യൻസ് പോകുന്നത്. അപ്പോൾ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് ഏജൻസികൾ അവിടേക്ക് പോകുന്നത് അധികം കൊടുക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കൊടുക്കുന്നത്. അഥവാ പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്കാണ് കൂടുതലായിട്ട് ഗവൺമെൻറ് കൂടുതലായി ഫെസിലിറ്റീസ് കൊടുക്കുന്ന സത്യാവസ്ഥയാണ്. ഇപ്പോൾ കാനഡയുടെ അവസ്ഥയാണെങ്കിൽ ഈ വർഷം 2024 മുതൽ പുതിയ ക്യാപ് ഒരു സ്റ്റുഡൻസിനെ കുറച്ചിട്ടുണ്ട്. ഒരുപാട് $10,000 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ കാനഡയെ ഇതിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇത് ഒരുപാട് ഇങ്ങനെ ഏജൻസികൾ നിരന്തരമായി കേരളത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഭാവി ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. നമ്മൾ ആധികാരികമായി പഠിക്കാതെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ നമുക്കറിയാം ഇവിടെ ആർക്കും എന്ത് ബിസിനസ്സും ചെയ്യാവുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുള്ള. കാരണം ഒരു ആധികാരികത ഇല്ലാത്ത ഏജൻസികളുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. എന്തായാലും അതല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉത്തരം ഇതാണ്. നമുക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകുന്നു, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അവിടുത്തെ ഗവൺമെൻറ് ബോഡീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ലേബർ മാർക്കറ്റ്, കാനഡയിലേക്ക് ലേബർ മാർക്കറ്റ് ഒപ്പീനിയനൊക്കെ ഉള്ളതാണ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. സൂസൻ മാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളുമായിട്ട് നമുക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം അവിടെ സാഹചര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്നൊരു കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി അല്ലെങ്കിൽ ലോൺ എടുത്തൊക്കെ പോകുമ്പം അവിടെ ചെന്നിട്ട് ഇത് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ഒരു കുടുംബം തന്നെയാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവശ്യത്തിലേറെ റിസർച്ച് പേരൻസും അതുപോലെ കുട്ടികളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ഒരു അഭിപ്രായമാണ് എനിക്ക്. എനിക്ക് പറയാനുള്ളത്,
ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഏതാണ്ട് ഒരു ഒരു 2 മാസത്തിനുള്ളിലൊക്കെ തന്നെ വീണ്ടും വന്നിട്ട് ഫീഡ്ബാക്ക് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളാണ് കൂടുതലുള്ളത്. പക്ഷേ അവിടെ തന്നെയും ഇങ്ങനെയൊന്നും ഇല്ലാത്ത, യാതൊരു സോഷ്യൽ സപ്പോർട്ടും ഇല്ലാത്ത രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ എൻ്റെ തന്നെ സ്റ്റുഡൻസ് രണ്ടുപേര് പോയിരിക്കുന്നത് അവരേതാണ്ട് 8 മാസത്തോളം നിരന്തരമായിട്ട് ഇത് ട്രാക്ക് ചെയ്ത് തന്നെത്താനെയുള്ള ഒരു ശ്രമത്തിലൂടെയാണ് അവർ പോയിരിക്കുന്നത്. മാത്രമല്ല അവർ മറ്റുള്ളവരെ അത് പറഞ്ഞു കൊടുക്കാനും അത് തയ്യാറാക്കാനും ഉള്ള അവർക്കുള്ളൊരു ഒരു തയ്യാറെടുപ്പ് അവർക്കുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടനിലേക്ക് പോയിരിക്കുന്ന ഒരുപാട് നഴ്സുമാരുടെ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവർ ചെയ്യുന്നത് എങ്ങനെയാണ് നഴ്സിംഗ് പ്രൊഫഷൻ അവിടെ നടക്കുന്നുള്ളതിനെ പറ്റിയുള്ള ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഞാൻ അതുകൊണ്ടാണ് സിവിൽ നെറ്റ്വർക്കുകൾ എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം. താങ്കൾ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഒരു പാലർമോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകാതെ നിങ്ങൾക്ക് വേതനവുമായി ബന്ധപ്പെട്ടുള്ള താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളെ മനുഷ്യക്കടത്തിന് സമാനമായി പരിഗണിക്കണം എന്ന് പറയുന്നൊരു നിയമം ഒരു എഗ്രിമെൻ്റ് നമുക്ക് 2000-ൽ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ ലോകക്രമത്തിൽ സംഭവിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യം നടക്കുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഇത് തന്നെ നടക്കുന്നു. വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പോലും അതിനെ ഏതാണ്ട് മറച്ചു വെച്ചിട്ടുള്ള രീതിയിലുള്ള തുടർ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്താരാഷ്ട്ര ഇടപെടലുകൾ വഴിയാണ് ഈ 4 രാജ്യങ്ങളിലെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ പണം ഇന്ന് നേരിട്ട് ബാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എത്രയോ വർഷങ്ങളെടുത്തു. അപ്പോൾ അത്രയും മനുഷ്യാവകാശപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കുടിയേറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള പുരോഗതികളെങ്കിലും അടിസ്ഥാനമാകണം എന്നുള്ള ഒരു രീതിയാണ് ഒരു പൊതുസമൂഹം എന്നുള്ള രീതി നമ്മൾ പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള തയ്യാറെടുപ്പ് കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിലബസുകളുടെ കാര്യം മാത്രമല്ല, സ്ഥാപനങ്ങളുടെയും അനുവദിക്കപ്പെട്ട പണത്തിൻ്റെയും ഒക്കെ രീതിയിൽ വലിയ കുറവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് എന്തോ രോഗമാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വരെ വരുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. ഇത് വേറൊരു രീതിയിൽ എന്തുകൊണ്ട് ഒരു രാജ്യത്തിന് അവരവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ പണം, GDP-യുടെ കൂടുതൽ പെർസെൻറ്റേജ് കൊണ്ടുവന്നുകൂടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് ഇത് വരേണ്ടി വരും. അത് വേറൊരു കാര്യമാണ്. ഈ അവസരവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ബിജുലാൽ സാറിനോടാണ്. നമ്മുടെ കുട്ടികൾ അതിരുകൾ കടന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നല്ല രീതിയിലുള്ള പഠനവും നല്ല രീതിയിലുള്ള ജോലികളും കിട്ടുന്നു. റിസഷന് ശേഷം അവർക്ക് സാമ്പത്തികമായ കുറച്ചൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ മകനും പോയിട്ടുണ്ട്. അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അവരെ അങ്ങനെ വന്നാൽ ഏതെങ്കിലും തൊഴിൽ, ഇന്ന തൊഴിലെന്നല്ല, ഏതെങ്കിലും തൊഴിൽ ചെയ്ത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അടുത്ത കാലത്ത് ഏതെങ്കിലും കാലത്ത് സാഹചര്യം ഉണ്ടാവുമോ? രണ്ടാമത്തത്, അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ? സാർ ഇപ്പം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു അജണ്ട ലോകമാസകലം ഒരു 20 വർഷമായിട്ട് വരുന്ന ഒരു വലിയ അജണ്ടയിലുള്ളതെന്ന് വ്യത്യാസമാണ്. വിശേഷിച്ചും സാമൂഹ്യശാസ്ത്ര മാനവിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ വലിയ കുറവുകൾ സംഭവിക്കുന്ന ഒരു സമയം. സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലുള്ള വലിയ വളർച്ച. എനിക്ക് തോന്നുന്നത് ഇന്ത്യ പോലത്തെ ഒരു സാഹചര്യം, കേരളം പോലത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വ്യാവസായികമായിട്ടുള്ള നിരവധി വൈവിധ്യമുള്ള മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇതുപോലെ ഒരാൾക്ക് ഇവിടെ തിരിച്ചു വന്ന് അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകിച്ച് വരുമാനത്തെ പറ്റി വലിയ ആശങ്കയില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം, അവിടെ വസ്തുവിൻ്റെ വിലയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ചെലവുകൾ, പൊതു ചെലവുകളുടെ കാര്യമുണ്ട്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് തിരികെ വരുവാനുള്ളൊരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, കേരളം അന്താരാഷ്ട്ര ഒരു സാമ്പത്തിക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത ചെലവ് വളരെ ഉയർന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം സാഹചര്യത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപന ക്രമങ്ങളും സംവേദനശീലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ വരാൻ പറ്റത്തുള്ളൂ. കേരളത്തിനുള്ളിലുള്ള തൊഴിലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. വാസ്തവത്തിൽ ദേശീയ തലത്തിൽ ഒരു മിനിമം വേജ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അടിസ്ഥാന തൊഴിൽ മേഖലയിൽ ബഹുഭൂരിപക്ഷം ആളുകളും, ഏതാണ്ട് 30% ആളുകൾ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ എന്ന് പറയുന്ന രീതിയിലുള്ള വലിയൊരു അസമത്വം ഒരു രാഷ്ട്രീയ പൊതുസ്ഥലം എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഉണ്ട്.
അത് ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ വിചാരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പരമാവധി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ട് അതിനെ പരിഹരിക്കുന്ന രീതിയിലുള്ളൊരു സിവിൽ സമൂഹത്തിൻ്റെ ചിന്തയില്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. താങ്ക് യു സർ ഫോർ ദ ക്വസ്റ്റ്യൻ.